സത്യം പറഞ്ഞാൽ ഇതിപ്പോ സ്ക്രീനിൽ കാണുന്ന നേരിട്ട് ഫേസ് ടു ഫേസ് എനിക്ക് കാണാൻ കിട്ടിയത് ഭയങ്കര അടിപൊളിയായിട്ട് തോന്നുന്നു. കാരണം ഒറ്റ സെക്കൻഡിലേക്കാണ് മൊത്തം ഫ്ലിപ്പാണതും നമ്മൾ വിചാരിക്കുന്നതിന്റെ അപ്പുറത്തെ റിയാക്ഷനാണ് അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്കൊരു സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഉള്ളിൽ ഒരു സാധനം ഉണ്ടാക്കുമല്ലോ. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഒരാൾ ഇങ്ങനെ ഇരിക്കുക, ഡയലോഗ് പറയാ, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും റിയാക്ട് ചെയ്യുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും ചിരിക്കുക എന്നുള്ളൊരു ഇമേജ് നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ഇമേജ് എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് ഒരു സാധനം നമുക്ക് അവിടെ എടുത്തിടും. യെസ്, നിങ്ങൾ അഭിനയിച്ചത് മമ്മൂട്ടി എന്ന് പറയുന്ന ലെജൻഡ് ആക്ടറിന്റെ മുന്നിലാണ്. സ്വാഭാവികമായിട്ടും നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതായിരിക്കില്ല അദ്ദേഹത്തിന്റെ മൈൻഡിലുള്ളതും അദ്ദേഹത്തിന്റെ മുഖത്തൂടെ നമ്മൾ കാണുന്നതും. മുഖഭാവങ്ങൾ കൊണ്ട് നമ്മളെ ഇത്ര അധികം ഇങ്ങനെ സ്വാധീനം ചെലുത്തിയ മറ്റ് നടന്മാരുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ വളരെ വിരളമായിരിക്കും, ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. ഈ അർജുൻ അശോകൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബ്രഹ്മയുഗം എന്ന സിനിമയിൽ ഒരു കിടിലൻ സാധനം തന്നെ തൊട്ട് വന്നിട്ടുള്ളത്. ആ സിനിമയുടെ എൻഡിലൊക്കെ എത്തുമ്പോഴേക്കും രക്ഷയില്ലാത്ത സാധനം അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടി. അത്രയും നാളും ഇല്ലാത്ത രീതിയിലുള്ള പുതിയ രീതിയിലുള്ള ഒരു ആക്ടിങ് അദ്ദേഹം ആ ഒരു സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് നേരിട്ട് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യനെ കാണാൻ കഴിയുകയും അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കാൻ കഴിയുകയും ചെയ്ത് വലിയൊരു മഹാഭാഗ്യമായിട്ട് അദ്ദേഹം കാണുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഇത്തരം ഒരു സിനിമ മമ്മൂട്ടിയെ പോലെയുള്ള ഒരു നടൻ ചെയ്യുമോ എന്നുള്ള ഒരു സംശയം പല ആളുകൾക്കും ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു, അദ്ദേഹം തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ നിന്നും മമ്മൂട്ടിയോട് കൂടെ അഭിനയിച്ചപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങൾ ഒന്ന് കാണാം, ആരും സ്കിപ്പ് ചെയ്യരുത്. ഓട്ടോമാറ്റിക് ആദ്യം നമ്മൾ പിന്നെ അഭിനയിക്കണമല്ലോ എന്നുള്ള രീതിയിൽ. അപ്പൊ അത് എനിക്ക് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് മുമ്പിൽ വിറ്റ്നസ് ചെയ്യാൻ പറ്റിയ ആ പരിപാടികൾ മൊത്തം സീൻസ് ഒരുപാട് ഫ്ലിപ്പ് മൊമെന്റ്സ് ഉണ്ട്. എനിക്ക് ഒരു കമന്റിൽ വായിച്ചു വെച്ചാൽ ഇപ്പൊ മമ്മൂക്കക്ക് ഈ പടത്തിൽ 15 ചിരി ഉണ്ടെങ്കിൽ 15 ടൈപ്പാണ്. അത് ഞാനും കേട്ടതാട്ടോ. അതിന്റെ ഭാഗമായിട്ട് ആ സിനിമ ഞാൻ 2 തവണ വീണ്ടും കാണുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. OTT റിലീസ് ആയതിനു ശേഷം സിനിമ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിയാണ്, വ്യത്യസ്ത രീതിയിലുള്ള കുറച്ച് മൊമെന്റ്സ് അദ്ദേഹം അതിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൊലച്ചിരി ഉണ്ട്, പിന്നെ അഹങ്കാരച്ചിരി ഉണ്ട്, ഒരു സാധാരണ എന്താ പറയാ പുഞ്ചിരി ഉണ്ട്, ചിരി വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളാണ്. അത് ഏതൊരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടതാ. 15 ചിരികളും വ്യത്യസ്തമായിട്ടുള്ള ഒരു കുറച്ച് സാധനങ്ങൾ മമ്മൂട്ടി അതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ പടം ഒന്നും കൂടി ഇട്ട് കണ്ടു നോക്കിയാൽ അപ്പൊ മനസ്സിലാവും. ഒന്നും വേണ്ട, കുറച്ച് സീനുകൾ എടുത്ത് നോക്കിയാൽ തന്നെ കാണും. അദ്ദേഹം ആദ്യം ഈ ഫസ്റ്റ് ഇൻട്രോ സീനിൽ തന്നെ കുറച്ച് ചിരിയുണ്ട്, അത് കഴിഞ്ഞ് കൊലച്ചിരിയിലേക്ക് മാറുന്നുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ ഒരു അട്ടഹാസം ഉണ്ട് ഏറ്റവും അവസാനം വാ പൊളിച്ചിട്ടുള്ളത്. ഒരു സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു നടൻ ഇങ്ങനത്തെ ഒരു സംഭവമൊക്കെ ചെയ്യുന്നൊന്നും നമ്മൾ സ്വപ്നത്തിൽ പോലും ധരിക്കാത്തതാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും അങ്ങനെ കുറെ സാധനങ്ങൾ ഇനിയും വരും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് മമ്മൂട്ടി എന്നാണ്, അല്ലാതെ മറ്റുള്ള പേരുകളൊന്നല്ല. അദ്ദേഹത്തിന്റെ പേര് പോലെ തന്നെ എം വെച്ച് തുടങ്ങുന്ന കുറെ നടന്മാരൊക്കെ ഉണ്ട്. പക്ഷെ അത് അതേപോലെ അല്ല. അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം ഇനിയും ഇത്തരം വ്യത്യസ്തമായിട്ടുള്ള കഥകൾ ചെയ്യും, അത്രേ ഉള്ളൂ. അശോകൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒന്നുകൂടി കേൾക്കാം. ഇവിടെ മമ്മൂക്കയുടെ അഭിനയം കാണുന്ന സമയത്ത് മുമ്പിൽ സ്ട്രൈറ്റ് കാണുകയാണ്. ആ സമയത്ത് മുമ്പും കണ്ടിട്ടുണ്ട്, എങ്കിലും ഇത് കണ്ടപ്പോൾ എന്താ തോന്നിയത്? നമുക്ക് കളറിൽ കാണാൻ പറ്റി, അതാണ് ഏറ്റവും വലിയ സുഖമായിട്ട് തോന്നിയത്. ഇതില് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് സിനിമ അല്ലെ. പക്ഷെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ വന്നിട്ട് പോലും സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയെ മനസ്സിനുള്ളിൽ നമുക്കൊരു കളർ ഉണ്ടല്ലോ, ആ കളറിലായിട്ട് തന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ആ ട്രെയിലർ ഇറങ്ങിയപ്പോൾ പല ആളുകൾ അതിനെ റീഗ്രേഡ് ചെയ്തിട്ട് കളറിലേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ നമ്മളെ മനസ്സിലുണ്ട്. ഈ ഒരു സമയത്ത് എന്തിനാണ് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ എന്നൊക്കെ പല ആളുകളും പറയുകയും ചെയ്യും. പക്ഷെ അത് ആ കഥയ്ക്ക് അത്ര അനുയോജ്യമായിരുന്നു. രാഹുൽ സദാശിവൻ എന്ന ഡയറക്ടർ അത് കൃത്യമായിട്ട് മമ്മൂട്ടിയോട് പറയും. മമ്മൂട്ടിയും പോലും ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോ, എന്തിനാടാ ഈ ഒരു കാലഘട്ടത്തിൽ ഇത്ര അധികം ടെക്നോളജി ഉള്ളപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ, അത് നമുക്ക് കളറിലായിട്ട് ചെയ്തുകൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടാവും ചിലപ്പോ. പക്ഷെ ഡയറക്ടർ എന്ത് പറയുന്നുവോ അത് മതി എനിക്ക് എന്ന് ചിന്തിക്കുന്ന, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കൾ മാത്രം ചെയ്യുന്ന സിനിമയിലെ ഞാൻ അഭിനയിക്കൂ എന്നൊന്നും മമ്മൂട്ടി പറയില്ല. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ നല്ലൊരു സിനിമ ഒക്കെ ചെയ്ത് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണെങ്കിൽ മമ്മൂട്ടി ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് അടുത്ത സിനിമ ഉണ്ടെങ്കിൽ വിളിക്കണട്ടാ എന്ന് പറയാനൊന്ന് ചോദിക്കാനുള്ള ആർജവം എന്നും കാണിക്കുന്നുണ്ട്. അതിൽ യാതൊരു മടിയോ യാതൊരുതര സങ്കോചവും ഇല്ല, ചോദിക്കും. അതാണ് മമ്മൂട്ടി. അതായത് എന്നും ഒരു പുതുമുഖ നടൻ എന്തൊക്കെയാണോ ചെയ്യുക, ഓടി പറഞ്ഞ് നടക്കും, സിനിമ ചെയ്യോ തരുമോ അമ്മ എച്ചി ചെയ്യോ എന്നൊക്കെ പറഞ്ഞ് പിന്നാലെ നടക്കും. കിട്ടിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിയുമ്പോൾ കാലും കയറ്റിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും, പിന്നെ വലിയ ആളായി എന്നുള്ളതാ. അപ്പോൾ വന്ന വഴി മറക്കാത്ത, ഇനിയും അതുപോലെ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ് മമ്മൂട്ടി. അടിപൊളിയായിരുന്നു. കാരണം ഇപ്പൊ എല്ലാത്തിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ നമ്മളൊരു സ്ക്രിപ്റ്റ് വായിക്കുക അല്ലെങ്കിൽ ആ സീൻ വായിച്ചു കഴിയുമ്പോൾ നമ്മൾ സ്വയമേ ചിന്തിക്കുമല്ലോ ഇത് ഇങ്ങനെ ആയിരിക്കും, ഇപ്പം ഇങ്ങനെ ആയിരിക്കും ഡെലിവർ ചെയ്യാൻ പറ്റിയ ആള്.
പക്ഷെ അത് പ്രെഡിക്റ്റ് ചെയ്ത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അതിൻ്റെ അപ്പുറമാണ് ഡെലിവറി ചെയ്യുന്നത്. അപ്പം നമ്മൾ പെട്ടെന്ന് ഒരു സെക്കൻഡ് മറ്റേ ഇങ്ങനെ കണ്ട് വണ്ടടിച്ചിരുന്നു, പിന്നെയാണ് അല്ലെങ്കിൽ ഷൂട്ടാണ് ഓക്കെ, ബാക്കി നമ്മൾ ഡയലോഗ് പറയാനുള്ള രീതി. പക്ഷെ അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അത് പറഞ്ഞ് ഫലിപ്പിക്കാറില്ല. എടോ, നമ്മളെ എക്സ്പെക്ടേഷന്റെ മുകളിലായിരിക്കും മമ്മൂട്ടി എന്നുള്ള ഒരു ചിന്ത അല്ലെങ്കിൽ ആ ഒരു തോട്ട് ഇവിടെയുള്ള എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട്. നമ്മൾ മനസ്സിൽ ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു സീന് കിട്ടി വിചാരിക്കുക, അഭിനയിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് നമുക്കല്ല ധാരണ ഉണ്ടാവും. ചിലപ്പോൾ അത് കൊള്ളാക്കിയിട്ട് ചിലപ്പോൾ നന്നായിട്ട് ചെയ്യും. പക്ഷെ മമ്മൂട്ടിക്ക് അതേ സാധനം കൊടുത്താൽ എന്ത് രീതിയിൽ ചെയ്യുന്നത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം ഇന്ന് ചെയ്ത രീതിയിൽ നാളെ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യനാണ്. അതേപോലെ തന്നെ കഴിവുള്ളൊരു മനുഷ്യൻ ഫഹദ് ഫാസിലും ചില തമിഴ് സിനിമകളിൽ ഷൂട്ടിൻ്റെ ഇടയിൽ ഒരു സീന് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും അതൊന്നുകൂടി ഒന്ന് എടുത്താലോ എന്ന് ചോദിക്കാറുണ്ട് എന്നുള്ള പറയുന്നത്. ഓൾറെഡി ശിവകാർത്തികേയൻ്റെ കൂടെ അഭിനയിച്ചു. ശിവകാർത്തികേയൻ പറഞ്ഞ ഒരു സാധനമുണ്ട്, അദ്ദേഹം അഭിനയിച്ചു വെച്ചിരിക്കുന്ന ഒരു സാധനം ആ വണ്ടർ അടിച്ചിരിക്കുന്ന സമയത്ത് പറയാം അതൊന്നും കൂടി എടുക്കുക. അപ്പൊ ആ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ്, ഞാൻ ഒന്നും തന്നെ അടുത്തത് ചെയ്യില്ല എന്നുള്ളൊരു മനോഭാവം, ഇതൊക്കെ ഒരു നടന് വേണം. ഇതൊക്കെ മമ്മൂട്ടിയിൽ നിന്ന് തന്നെയാണ് എല്ലാവരും പഠിച്ചിട്ടുള്ളത്. ഫഹദ് ഫാസിൽ അത് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ മമ്മൂട്ടി എന്ന ലെജൻഡ് ആക്ടറെ പരമാവധി ചവിട്ടിത്താഴ്ത്താൻ ശ്രമിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവരിങ്ങനെ ചവിട്ടിക്കൂട്ടാൻ ശ്രമിക്കും തോറും അദ്ദേഹം വളർന്ന് പന്തലിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഭ്രമയുഗം എന്ന സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചപ്പോഴും, കാതൽ ദി കോർ എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴും, പെരമ്പ് എന്ന സിനിമയിൽ അഭിനയിച്ചപ്പോഴും ഇന്ത്യൻ സിനിമ മുഴുവൻ ചർച്ച ചെയ്തത് മമ്മൂട്ടി എന്ന ആ ഒരു ലെജൻഡ് ആക്ടറെ കുറിച്ചിട്ട് തന്നെയാണ്. ഇന്നും അത് ചർച്ചയായി തുടരുന്നത് അദ്ദേഹത്തിന്റെ സിനിമ സെലക്ഷൻ കൂടിയാണ് എന്നും പറയുന്നത് തന്നെ വീണ്ടും ആവർത്തിക്കുന്നില്ല. കാരണം മമ്മൂട്ടിയെ കുറിച്ച് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലും ഇപ്പോൾ എല്ലാം കാണാപ്പാടാണ്. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വല്ലേക്കാൻ അറിയുക. വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി ഞാൻ വരും. അതിലേക്ക് സന്ധ്യ വിടപ്പാൾ, സൈനിങ് ഓഫ്.